കലാഭവമണിക്ക് ശേഷം ഇത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു അവർണ ശരീരം അദ്ദേഹത്തിനാണ്. അദ്ദേഹം കോൺഗ്രസ് സ്വയം പ്രഖ്യാപിച്ചോളാം. അദ്ദേഹത്തെ ഒന്ന് വെറുതെ പലരും കോൺഗ്രസ്സൊക്കെ ആണെങ്കിലും ഈ സെലിബ്രിറ്റിയൊക്കെ ആകുമ്പോൾ ഒരു ഇടതുപക്ഷ സ്വാധീനം കാണിക്കും, ഇടതുപക്ഷ ബന്ധമുണ്ടെന്ന് ഒപ്പിക്കാൻ ശ്രമിക്കും. നമ്മൾ തീരെ ഒരാവശ്യമില്ലാതെ കാണിക്കും. സലീം കുമാർ അങ്ങനെ കാണിച്ചിട്ടേ ഇല്ല. സലീം കുമാർ ഉള്ളതുകൊണ്ട് പടം കാണാൻ പോകുന്ന ആളുകളുണ്ടായിരുന്നു. സലീം കുമാറിൻ്റെ തമാശ, എസ്പെഷ്യലി മണവോളം പോലെയുള്ള തമാശ ഉണ്ടല്ലോ, ഇത്തരം തമാശകൾ ഇപ്പോഴും യൂട്യൂബിൽ ഭയങ്കര ഹിറ്റാണ്. പിന്നെ അകത്തും പുറത്തും അദ്ദേഹം സംസാരിക്കുന്ന ഒരേ രീതിയിലാണ്. അദ്ദേഹത്തെ വീട്ടിലെന്താണോ അത് തന്നെയാണ് അദ്ദേഹം സലീം കുമാർ നാട്ടിലും. അതെ, ആ സംസാരത്തിലായാലും നിലപാടിലായാലും എല്ലാം തന്നെ. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ. അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണെന്ന് ടോക്കിംഗ് പോയിന്റ്. നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സലീം കുമാർ വളരെ വ്യത്യസ്തനായ ഒരു കലാകാരൻ. എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് വ്യത്യസ്തനായ ഒരു ഈഴവനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. സലീം കുമാറിൻ്റെ കാര്യം നമ്മളെ കൊമേഡിയൻസ് അസാധ്യ ആക്ടേഴ്സാണ്. ഇന്ത്യ ഗവൺമെൻറ് അദൂബ് ബാസിർ തൊട്ട് ബഹദൂർ ഖാൻ, ഇന്നസെൻ്റ്, ജഗതി, സുരാജ് മഞ്ഞാവുമോട്, സലീം കുമാർ, സുരാജ് മഞ്ഞാവുമോട്. അതിൽ ഏറ്റവും അവസാനം വരുന്നത് അജു വർഗീസാണ്. അജു വർഗീസ് അതിനുശേഷം പിന്നെ വന്നിട്ടുള്ളത് മറ്റേ പയ്യനാണ്, അമൽ ഡേവിസ് എന്നുള്ള പ്രേമലുവിലെ ഇത്രയും ആളുകളാണ്. അതിന് മുമ്പ് ആരോ ഉണ്ട് എന്ന് വെച്ചാൽ മലയാള സിനിമ തുടങ്ങിയ സമയത്ത് തന്നെ വേറെ കോമഡിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അത് ഞാൻ കണ്ടിട്ടില്ല. അതായത് പിന്നെ അത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണാൻ നമുക്ക് അത്ര അനുഭവിക്കാൻ പറ്റില്ല. ശങ്കരാടി ചേട്ടനുണ്ട്. പിന്നെ അതും ഇല്ലാതെ കൊമേഡി മാത്രം ചെയ്യുന്നത് അങ്ങനെ വന്നു. ശങ്കരാടി ചേട്ടൻ എല്ലാ ഇതിലും വേഷം ചെയ്യുമല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ അടൂബ് ബാസിർ സാറിൻ്റെ ഒക്കെ സിനിമകൾ കളവും കൂടി വന്നിട്ടുണ്ട്. അപ്പം അതിനുശേഷമാണല്ലോ ജഗതി ശ്രീകുമാറും. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ അടൂബ് ബാസിർ സാർ തൊട്ടിട്ട് ജഗതിയിലൂടെ പോകുന്ന സ്ട്രീമിൻ്റെ അവസാനത്തെ ആളാണ് സലീം കുമാർ. അപ്പോൾ അതിന് ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ അജു വർഗീസ് ആണെങ്കിലും അമൽ ഡേവിസ് ആണെങ്കിലും അവനൊന്നും അത്ര വെറൈറ്റി നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ സുരാജ് മഞ്ഞാവുമൂടിൻ്റെ അത്രത്തോളം വന്നിട്ടില്ല. ദേശീയ അവാർഡ് കിട്ടിയെന്നുള്ളത് ശരിയാണ്, പക്ഷേ സീരിയസ് വേഷം ചെയ്യുമ്പോൾ ആ വൈവിധ്യമില്ല. സുരാജിൻ്റെ സീരിയസ് വേഷങ്ങളെല്ലാം ഒരേപോലെ ഉണ്ടാവും. ഏതാണ് വലിയ വെറൈറ്റി നമ്മൾ കണ്ടിട്ടില്ല. കോമഡി കൊടുക്കാത്ത വെറൈറ്റി ഉണ്ട് തിരുവിതാംകൂർ വന്നാണെങ്കിലും. അപ്പം സലീം കുമാർ ഈ രീതിയിൽ അസാധ്യ ആക്ടറായിരുന്നു. സലീം കുമാറിനുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ജഗദീഷ് ശ്രീകുമാറിനോ അല്ലെങ്കിൽ ഇന്നസെൻറ്റിനോ പിന്നെ ഇദ്ദേഹത്തിനോ അല്ലെങ്കിൽ അടൂബ് ബാസിർ സാറിനൊന്നും കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റി, എക്സ്പ്രഷനും കിട്ടാത്ത വെറൈറ്റി വേഷങ്ങൾ ചെയ്യാനുള്ള, സീരിയസ് വേഷങ്ങൾ ചെയ്യാനുള്ള ഓഫറുകൾ വന്ന് കിട്ടി എന്നുള്ള വലിയ ഭാഗ്യമാണ്. ദേശീയ അവാർഡ് കിട്ടിയ അങ്ങനെ തന്നെയാണ്. അത്തരത്തിലൊരു ഓഫേഴ്സ് വന്നു. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി ഇപ്പം സുരാജിന് ദേശീയ അവാർഡ് കിട്ടിയ നമ്മൾ ബിജുവിൻ്റെ സിനിമയിലൂടെയാണ്. അതെ, അതിൽ സുരാജ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിന് പ്രതീക്ഷിതല്ല. പക്ഷേ ഇദ്ദേഹം എന്ന് വെച്ചാൽ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിലുള്ള വേഷങ്ങൾ വന്നു. അപ്പം ഈ അവാർഡ് ഒരു ഫ്ലൂക്കല്ല എന്നത് തെളിയിക്കാൻ പറ്റും. മലയാളത്തിൽ നമ്മൾ തിലകൻ, ജഗദീഷ് ശ്രീകുമാർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒന്നാമത് വരുന്ന പേരുകളൊന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ വിട്ടുപോയ ഒരു നടൻ, ഞാൻ വിചാരിക്കും അന്നും ഇന്നും മലയാളത്തെ ഏറ്റവും ഗംഭീര ആക്ടറെന്ന് വിചാരിക്കുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ്. കാരണം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആക്ട് ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല. അത് ഈ ഉപ്പ് പോലെയാണ്. എല്ലാ വിഭവത്തിലും ഉപ്പ് വേണം, എന്നാൽ ഉപ്പിനെ ആരും തിരിച്ചറിയില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. പിന്നെ അതുപോലെ ശങ്കരാടി ചേട്ടൻ. അപ്പോൾ സലീം കുമാറിനെ ഞാൻ ആദ്യം കാണുന്നത് അത് ഈ ഗ്രാമഫോൺ എന്നിട്ട് പറഞ്ഞിട്ട് പഞ്ചായത്ത്, ഏതൊരു ജഗദീഷ് നായകനായിട്ടുള്ള ഒരു ബാർബറുടെ കഥ ഉണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത്. അതിലൊരു തറ വളിപ്പൊക്കെ പറയുന്ന ഒരു ആളായിട്ട് ഞാൻ ഇടുന്നത്. ഇങ്ങനെ തറ വളിപ്പൊക്കെ പറയുന്നത് അങ്ങനെ മൊത്തം ഒരു ലുക്കും അങ്ങനെ തന്നെയാണല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇയാളെ കൗണ്ട് ചെയ്യുന്നത് ഈ പ്രിയദർശൻ്റെ കിളിച്ചുണ്ടൻ മാമ്പഴത്ത് തെങ്ങ് വാങ്ങാവോ വനങ്ങൾ വിൽക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കഴിഞ്ഞിട്ട് അതിൽ കുറേ ഈ പ്രിയദർശൻ്റെ ടിപ്പിക്കൽ സീൻസ് ഉണ്ട്. ഈ കയറ് കാലിൽ കൊണ്ട് കയറ് എന്ന് പറയുന്നത് അതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ അതിൽ അങ്ങനെ സത്യത്തിൽ ഞാനൊരു ആക്ടർ എന്ന രീതി അങ്ങനെ വലിയ ആ സിനിമയിലാണ്. അതിലെല്ലാം വരുന്നുണ്ട്. പിന്നെ പണ്ട് ഈ മോഹൻലാൽ ഭക്ഷണം മേടിച്ചെടുത്ത് സഹായിച്ചതും ജീവൻ രക്ഷിച്ചൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞുകൊണ്ട് മൂപ്പര് നേരെ പിന്നെ കോമഡിയിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു പെട്ടെന്നുള്ള ട്രാൻസിഷൻ അത് വളരെ ഈസി ആയിട്ട്, അതൊരു തമാശ പടമാണ്, അദ്ദേഹത്തിൻ്റെ തമാശ റോളാണെങ്കിലും ആ സിനിമയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഇയാളുടെ ജഗതിയുടെ ഒരു സ്പിരിറ്റ് കാണുന്നത്.
പിന്നെ അങ്ങോട്ട് പിന്നെ നമ്മൾ കാണുന്നത് വെച്ചടി കയറ്റാണ്. അങ്ങനെയാണ് ഇവിടെ ഹജ്ജ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ, അല്ല അതിനുമേ ഇദ്ദേഹത്തിൻ്റെ ലാൽ ജോസ് കണ്ടെത്തി. ഓക്കെ, അതെ. ലാൽ ജോസിന് പണ്ടേ അറിയാം. ലാൽ ജോസിന് ഇവരെ ഒരു കൊച്ചി ടീമായിരുന്നല്ലോ, ദിലീപ്, കലാപം മണി, ലാൽ ജോസ്. അപ്പം ലാൽ ജോസിന് പണ്ടേ ഇയാളറിയാം. ലാൽ ജോസ് ആണ് ഒരാളുടെ കപ്പാസിറ്റി കണ്ടെത്തുന്നത് മിടുക്കനാണ്, പ്രൊമോട്ട് ചെയ്യുന്നത് മിടുക്കനാണ് ലാൽ ജോസ്. അങ്ങനെയാണ്. അപ്പം ഇതുപോലെ സീരിയസ് സീരിയസ് പടം, അച്ഛനും അങ്ങനത്തെ വീട് പോലെ സിനിമയിൽ സലീം കുമാറിനെ ചോദിച്ചത് ഇനി ഞാൻ പറ്റുമോ, തിലകൻ ചേട്ടനൊക്കെ ചെയ്യേണ്ടതല്ലേ. പക്ഷേ തിലകൻ ചേട്ടൻ ചെയ്യേണ്ട ആ റോള് അദ്ദേഹം ചെയ്തു എന്ന് മാത്രമല്ല, അതിന് അവാർഡും മേടിച്ചു. ഭയങ്കരമായിട്ടുള്ള നാച്ചുറലായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അവിടെ നിന്ന് അങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസിഷൻ വരുന്നത്. അപ്പം പിന്നെ അതിന് അദ്ദേഹത്തിന് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രമാത്രം കലാഭവമണിക്ക് ശേഷം ഇത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട അവർണ ശരീരം അദ്ദേഹത്തിനാണ്. കലാഭവമണിക്ക് സംഭവിച്ചാൽ കലാഭവമണിയുടെ അവർണ ശരീരത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി വരുമ്പോഴും പിന്നെ ഘട്ടെത്തിയപ്പോൾ മൂപ്പര് സവർണ്ണനാളെ എല്ലാ സമയവും നടത്തിയിരുന്നു, നന്നായി വെളുപ്പിച്ചിരുന്നു. ഇരിക്കുന്ന സമയത്ത് പോലും വിഗ് വെച്ചിട്ടാണ് കിടന്നിട്ടുള്ളത്. സലീം കുമാർ അങ്ങനെ ആയിരുന്നില്ല. സലീം കുമാർ എന്താണോ ഏത് സിനിമയിലും സലീം കുമാർ ആ ഒരു അവർണ ശരീരം തന്നെയാണ്. അപ്പം ഒരു അവർണ ശരീരത്തെ ഒരു താരപരിധിയിലേക്ക് ഉയർത്തി എന്നുള്ളതാണ്. അവർണ ശരീരം സവർണ്ണ ആർക്കും ഇത് കേൾക്കുമ്പം നെറ്റി ഒളിയണ്ട. സവർണ്ണ ശരീരം എന്ന് വെച്ചാൽ ലിയോനൊക്കെ പോലെ വെടുത്ത് സുന്ദരമായിട്ടുള്ളതാണ് നമ്മൾ സവർണ്ണ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈഴവരായ മറ്റു പലരും സിനിമയുണ്ട്, ദേവനുണ്ട്, മുകേഷ് ഉണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടിപ്പിക്ക് നമ്മൾ പറയുന്ന സവർണ്ണ, വെളുപ്പ്, നല്ല ഹൈറ്റ്, ആ ഫീച്ചേഴ്സ് അതിനാണ് പറയുന്നത്. അവിടെ കുറച്ച് കറുത്തിട്ടായിരിക്കും, മുടി ചിലപ്പോൾ മുടി വെച്ചിട്ട് നല്ല മുടി ഉണ്ട്, ഇതിനൊരു മുടിയുണ്ട്. പിന്നെ ഈ ശരീരം ഒന്നും ആ രീതിയിൽ നല്ല വടിവത്ത ശരീരമായിരിക്കില്ല. പക്ഷേ സലീം കുമാർ അതാണ് സലീം കുമാറിൻ്റെ താരശരീരത്തിന് അടിസ്ഥാനമായി പറയുന്നത്. ഇപ്പം ജഗതിക്ക് പോലും നല്ല ശരീരമാണ്. അടൂർ ബാസിയും നല്ല കാലത്ത് നല്ല ശരീരമാണ്. ഈ പറയുന്ന ഇന്നസെൻറ്റും കുഴപ്പമില്ലാത്ത ശരീരമാണ് ആദ്യ കാലഘട്ടത്തിൽ. പിന്നെ അദ്ദേഹത്തിന് ഒരു ഈ പറയുന്ന സവർണ്ണ ലുക്ക് തന്നെയാണ്. സുരാജിന് അങ്ങനെ തന്നെയാണ്. അജു വർഗീസ് അങ്ങനെയാണ്. അജു വർഗീസ് ഇതൊക്കെ ഇവരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു. അപ്പം ഈ സവർണ്ണ ശരീരത്തെ ഒരു താരപദവിയിലേക്ക്, അല്ലാതെ പലരും അച്ചൻകുഞ്ഞും വിനായകനും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വിനായകനൊന്നും ഈ താരപദവിയിലേക്ക് ഉയർത്താനോ അത് നിലനിർത്താനും പറ്റിയിട്ടില്ല. ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുകയാണ് കേരളത്തിൽ. അത് താരപദവിയിലേക്ക് ഉയർത്തി എന്നുള്ളത്. പിന്നെ തിലകൻ ചേട്ടനാണ്. തിലകൻ ചേട്ടൻ താരപദവിയിലേക്ക് വന്നിട്ടില്ല. തിലകൻ ചേട്ടൻ ബെസ്റ്റ് ആക്ടർ എന്ന രീതി തന്നെ നമ്മളെപ്പോഴും പറയും. പക്ഷേ സലീം കുമാറിന് താരപരിവേഷം ഉണ്ടായിരുന്നു. സലീം കുമാർ ഉള്ളതുകൊണ്ട് പടം കാണാൻ പോകുന്ന ആളുകളുണ്ടായിരുന്നു. സലീം കുമാറിൻ്റെ തമാശ, എസ്പെഷ്യലി മണവോളം പോലെയുള്ള തമാശ ഉണ്ടല്ലോ, ഇത് ബെറും അബ്ദുള്ള, ഇത് ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്നത്. ഇത്തരം തമാശകൾ ഇപ്പോഴും യൂട്യൂബിൽ ഭയങ്കര ഹിറ്റാണ്. കുട്ടികൾ ക്യാമ്പസിൽ അവതരിപ്പിക്കുന്ന മിക്ക പരിപാടിയും സലീം കുമാറിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടാവും. മറ്റേ മായാവിയിലെ ഇതെന്ത് സ്രാങ്ക്. അപ്പോൾ ഒരു കൾട്ടായി മാറ്റാൻ പറ്റിയെന്നുള്ളതാണ്. അത് കേരളത്തിൽ ഭൂരിപക്ഷം ആളുകളും അവർണരാണ്. ഈ പറയുന്നുണ്ടത് ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും ഈ അവർണ ലുക്കുള്ള ആളുകളാണ് മലയാളി പൊതുവേ ഉള്ളത്. സവർണ ലുക്കുള്ള ആളുകൾ താരതമ്യം കുറവാണ്. ഇപ്പോൾ ഈ ബ്യൂട്ടി പാർലർ സ്മൂത്തനിങ് ഒക്കെ വന്നതിന് ശേഷമാണ് കുറച്ച് നമ്മളെല്ലാവരും ഈ ശിവാജിയിലെ രജനീകാന്തിനെ പോലെ ആകാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും നമ്മൾ സൗന്ദര്യം പോലെ തമിഴനെ പോലെ അല്ല നമുക്ക് അങ്ങനെയുള്ള ആളുകൾ അംഗീകരിക്കാൻ ഭയങ്കര പാടാണ്. അത് താരപദവിയാക്കി മാറ്റി എന്നുള്ളത് ഇപ്പോൾ എന്ന് വെച്ചാൽ ന്യൂ ജനറേഷൻ സിനിമകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ശരീരം അങ്ങനെ പ്രധാനപ്പെട്ടതല്ല. ഓക്കെ, അത് ആ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരാളാണ്. കലാഭവമണി അങ്ങനെ വന്നു. പക്ഷേ കലാഭവമണി ഒരു നായക വേഷത്തിലേക്ക് എത്തിയപ്പോൾ വിഗും വെച്ച് വേറെ തരത്തിലേക്ക് മണി പോയി. അതാണ് മണി ഇദ്ദേഹം തമ്മിലൊരു വ്യത്യാസം. ആ രീതിയിൽ തന്നെ ഒരു പോപ്പ് നമ്മൾ ഈ പറയുന്ന പലരും പറയുക, ഇപ്പോൾ ശ്യാംലാലിനെ പോലുള്ള ആൾ, ശ്യാംകുമാറോ മറ്റേ ഈഴവർ ഹിന്ദു എല്ലാം എന്ന് പറയുന്ന വിഷയമുണ്ടല്ലോ, അതിനെപ്പോലുള്ള ആളുകൾ പറയുന്ന ഈ ഒരു ടിപ്പിക്കൽ ഈഴവ ശരീരം ഉണ്ടല്ലോ, ഈഴവ അല്ലെങ്കിൽ അവർണ അല്ല അധകൃത എന്ന് പറയുന്നത്, ആ ശരീരത്തെ ഈ രീതിയിൽ കേരളത്തിലെ ഒരു താരപദവിയിലേക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവന്നു എന്നും അത് സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ സാമൂഹ്യശാസ്ത്രപരമായി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ. അത് ട്രാൻസിഷൻ ഇല്ല അവിടെ. താരമായതിനു ശേഷം എന്നാൽ പിന്നെ ഞാനങ്ങ് വെളുത്തേക്കാം, രജനീകാന്ത് ശിവാജി ചിന്തിക്കുന്ന പോലെ. അല്ലെ വിജയിന് നേരിട്ടുള്ള നമ്മളിപ്പോഴല്ലേ കണ്ടത്. വിജയിൻ്റെ സിനിമയെ കാണാൻ ഇതേ അല്ല വിജയ്, നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ആണ്. പക്ഷേ നേരിട്ടുള്ള വിജയിനെ എപ്പോഴല്ലേ നമ്മൾ കാണുന്നത്. അങ്ങനെ ചെയ്യാതെ രജനീകാന്തിനെ പോലെ അത് അതെ യഥാർത്ഥ ജീവിതത്തിൽ എന്താണോ അത് അങ്ങോട്ട് കൊണ്ടുവന്നത്. രജനീകാന്ത് ആയപ്പോൾ വിഗ് വെക്കുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. പബ്ലിക് ലൈഫിൽ വിഗും വെക്കില്ല. അപ്പോൾ ഇദ്ദേഹം ഇതുപോലെ ഇടയ്ക്ക് കുറേ വയറൊക്കെ ചാടിയിട്ട് വരും, ഓപ്പറേഷൻ കഴിഞ്ഞ് കുറേ വരും. അങ്ങനെ തന്നെ വന്ന അദ്ദേഹം അതിന് മാറ്റമില്ല. പിന്നെ അകത്തും പുറത്തും അദ്ദേഹം സംസാരിക്കുന്ന ഒരേ രീതിയിലാണ്. അദ്ദേഹത്തെ വീട്ടിലെന്താണോ അത് തന്നെയാണ് അദ്ദേഹം ശ്രീകുമാർ നാട്ടിലും. ആ സംസാരത്തിലായാലും നിലപാടിലായാലും എല്ലാം തന്നെ. അപ്പോൾ ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവരെ വ്യത്യസ്തമാക്കുന്നത് ഈ സവർണ്ണ ശരീരത്തെ ഒരു ആഘോഷമാക്കി മാറ്റി എന്നുള്ളത്. അതോടൊപ്പം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഈ മീഡിയ ഉണ്ടാക്കുന്ന ഈ പറയുന്ന സെലിബ്രിറ്റി
ഇയാൾ ആഘോഷിക്കുന്ന മീഡിയ ഉണ്ടാക്കുന്ന ഒരു അപകർഷതാബോധം കറുത്തവനും ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വയറ് ചാടിയവനൊക്കെ, ഈ സിംഗിൾ പാക്കായിട്ട് നടക്കുന്ന ആളുകളൊക്കെ. അതിനെ മറികടക്കാൻ അവർക്കൊരു കൽപ്പ് നൽകിയെന്നുള്ളത്. ആദ്യം നൽകിയത് ഈ കഷണ്ടി ഉള്ളവരുടെ ആ അപകർഷതാബോധം കലാഭവൻ അഡ്രസ്സ് ചെയ്തിരുന്നു, പിന്നെ ഫഹദ് ഫാസിൽ അഡ്രസ്സ് ചെയ്തിരുന്നു. ഇപ്പം അല്ലെങ്കിൽ കഷണ്ടി കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ എൻ്റയർലി ഈ കറുത്ത ശരീരത്തെയും ഈ അവർണ്ണ ശരീരത്തെയും ഒരു സെലിബ്രേഷനാക്കി മാറ്റി ഒരു സെലിബ്രിറ്റി സ്റ്റാച്ചറിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതും അതിനുശേഷമുള്ള ന്യൂ ജനറേഷൻ സിനിമകൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യശാസ്ത്രപരമായി സോഷ്യോളജിക്കലായി നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. ഓക്കെ, അത് തന്നെയാണ്. രണ്ടാമത് എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ്, നിലപാടുകളാണ് എന്ന് തോന്നുന്നു. അതേ ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ പൊതുവേ, പ്രത്യേകിച്ച് ഈഴവനാണെങ്കിൽ അയാൾ കമ്മ്യൂണിസ്റ്റാനായിരിക്കണം. വെള്ളാപ്പള്ളി പറയുന്ന പോലെ ഇവർ ഈ ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നവരാണല്ലോ. ഇപ്പോഴാണ് കുറച്ച് ബോധത്തോടും വീരത്തോടും വോട്ട് ചെയ്ത് ഈ ഇലക്ഷനിലാണ്. ഇവർ ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നവരാണ്. ഈ വെള്ളാപ്പള്ളി നമുക്ക് അദ്ദേഹത്തെ പലരും വിയോജിപ്പുണ്ട്. ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് ഭയങ്കര ഷാർപ്പായിരിക്കും. അപ്പം ഈ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ സലീം കുമാർ അങ്ങനെയല്ല. സലീം കുമാർ കടന്നപ്പള്ളി രാമേന്ദ്രനെ പോലെയോ അല്ലെങ്കിൽ വയലാർ രവീനെ പോലെയോ അല്ലെങ്കിൽ സുധാകരനെ പോലെയോ ഒരു വെളുത്ത ഇഴവനല്ല. ഇവരൊക്കെ പൊതുവെ ഒരു വെളുപ്പോ അല്ലെങ്കിൽ ഇരുനിറത്തിലൊക്കെ ഉള്ള ഇഴവാസമാണ്. അദ്ദേഹം ഒരു കറുത്ത ടിപ്പിക്കൽ. ഞങ്ങളായിട്ട് കൊടുകാൽ തീയന്മാർ, ഞങ്ങളായിട്ട് രണ്ട് തരത്തിലൊക്കെ തീയന്മാരുണ്ട്. ഒന്ന് ഈ കച്ചവടക്കാരായ പൈസക്കാരായിട്ടുള്ള വൈശ്യ തീയന്മാർ, അവർ വെളുത്തിട്ടായിരിക്കും. ഉണ്ണിയാർച്ചയൊക്കെ അക്കൂട്ടത്തിലാണ്. അവരുടെ ട്രഡീഷൻ എനിക്ക് തോന്നുന്നു ഒരു ക്രീറ്റൻ ഐലൻഡിൽ അങ്ങനെയാണ് സ്റ്റഡി വന്നിരിക്കുന്നത്. പൊട്ടിത്തെറിണ്ടായി ഈജിപ്തിനടുത്തുള്ള ഈജിപ്ഷ്യൻ്റെയും ഗ്രീസിൻ്റെയും സ്വാധീനമുള്ളവരാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്ന ആളുകളാണ്. കാരണം അവർ അന്ന് നമ്മളായിട്ട് ബന്ധമുണ്ട്, നല്ല കച്ചവടക്കാരായിരുന്നു. അത് അങ്ങനെയാണ് അവരുടെ ഈ മുല്ലപ്പള്ളി ആകുമ്പോഴത്തേക്ക് മീശ ശ്രദ്ധിച്ചാൽ മതി. മാണിസാറിനെയൊക്കെ പോലെ കട്ടി മീശയാണ്, സദ്ദാം ഹുസൈനെയൊക്കെ പോലെ. അങ്ങനെ ബന്ധം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് വൈശ്യ തീയന്മാർ നന്നായി കൂടിയ ആളുകളാണ്. പിന്നെ കൊടുകാൽ തീയന്മാർ ഇവരാണ് ഭൂരിപക്ഷം. ഇത് മലബാറിലതാണ് ഈ കൊടുകാൽ തീയന്മാർ. അതേ പിണറായി വിജയനൊക്കെ കൊടുകാൽ തീയനാണ്. ഇവരാണ് ഈ പ്രധാനമായിട്ട് തെങ്ങ് കയറ്റം ഇത്തരം കാര്യങ്ങളും കൂലി വിലയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇവരാണ്. വൈശ്യത്തീയന്മാർ ശരിക്കും ബ്രാഹ്മണസിനെക്കാട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളായിട്ട് രാജാക്കന്മാരെക്കാട്ടും പൈസ ഉള്ള ആളുകളാണ്. അതിന് പിന്നെ ഒരു അതേപോലെ കോംപ്ലിമെൻ്ററി ആയിട്ട് സൗത്തിൽ വരുന്നതാണ് ആലമൂട്ടി അന്നാമാരും ഈ കൗമുദി ഫാമിലി ഇങ്ങനെയുള്ള ആളുകളൊക്കെ സൗത്തിൽ അതിന് വരുന്ന ആളാണ്. അപ്പോൾ സലീം കുമാർ അക്കൂട്ടത്തിൽ പെട്ടതല്ല. സലീം കുമാർ വെള്ളാപ്പള്ളി പറയുന്ന പോലെ സാധാരണ ഈഴവനാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പൊതുവെ നിങ്ങൾ ഏത് ആളെടുത്ത് നോക്കിയാൽ അയാൾ ആരായിരിക്കും? ഇപ്പോൾ വയലാർ രവിയൊക്കെ എന്ന് വെച്ചാൽ കോൺഗ്രസ്സാണ്. പക്ഷേ വയലാർ രവി എന്ന് വെച്ചാൽ വലിയ കുടുംബത്തിൽപ്പെട്ട ആളാണ്, വലിയ പാരമ്പര്യമുള്ള ആളാണ്. അദ്ദേഹം കോൺഗ്രസ്സാണ് സ്വയം പ്രഖ്യാപിച്ച ആളാണ്. അദ്ദേഹത്തെ ഒന്ന് വെറുതെ പലരും കോൺഗ്രസ്സൊക്കെ ആണെങ്കിലും ഈ സെലിബ്രിറ്റിയൊക്കെ ആകുമ്പോൾ ഒരു ഇടതുപക്ഷ സ്വാധീനം കാണിക്കും, ഇടതുപക്ഷ ബന്ധമുണ്ടെന്ന് ഒപ്പിക്കാൻ ശ്രമിക്കും. നമ്മൾ തീരെ ഒരാവശ്യമില്ലാതെ കാണിക്കും. സലീം കുമാർ അങ്ങനെ കാണിച്ചിട്ടേ ഇല്ല. സലീം കുമാർ ഞാനൊരു കോൺഗ്രസ്സാനാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ വീട്ടിലും ഇപ്പോൾ എടുത്ത് വെച്ച ചിത്രമുണ്ട്. രമേശ് ചെന്നിത്തല പണ്ട് ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ഒരു കേരള യാത്ര നടത്തിയിരുന്നു. അതാണ് യൂത്ത് കോൺഗ്രസ് കേരളത്തിൽ അവസാനം നടത്തിയിട്ടുള്ള ശരിക്കുമുള്ളൊരു യാത്ര, ഒരു ശക്തി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പരവൂർ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ, എറണാകുളത്ത് എത്തിയപ്പോൾ അത് രമേശ് ചെന്നിത്തല പറവൂർ എത്തിയപ്പോൾ എടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ മാതൃഭൂമിനെ മനോരമനെ പറ്റാന്നില്ല. അത് എപ്പോഴും അദ്ദേഹം നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം നടത്തിയ പ്രശ്നം, അപ്പം പിണറായി ഇലക്ഷൻ തോൽക്കുമെന്ന് പലരും കരുതിയിട്ടില്ല. കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് ഇലക്ഷൻ വരെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സതീശനുമായിട്ട് ഡിബേറ്റ് പിണറായി വിജയൻ സജ്ജാന്ന് പറഞ്ഞ ന്യൂസ് വന്നില്ല. സിനിമ വന്ന സംഭവമുണ്ട്. സിംഹത്തിന് കൂട്ടിക്കൊണ്ടുവച്ചിട്ട് തലയിട്ട് കൊടുക്കരുത്. അതായത് പിണറായിനെ പോലെ ഈഗോ ആയിട്ടുള്ള ആൾ മുഖ്യമന്ത്രിയായി തുടരാൻ സാധ്യതയുള്ള ആൾ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാമെന്ന് വെച്ചാൽ അത്ര അപാര ഗഡ്സ് വേണം. അതെ, പ്രത്യേകിച്ച് കലാകാരന്മാർക്ക്. അല്ല, ഈ താൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് എനിക്ക് തോന്നുന്നു പ്രേം നസീറിന് ശേഷം തുറന്നു പറഞ്ഞ ഒരു കലാകാരൻ. നസീർ സാദ് ശരിക്കും കോൺഗ്രസ് ആയിരുന്നില്ല. നസീർ സാദ് ശരിക്കും ഇടതുപക്ഷക്കാരനായിരുന്നു. ഇത് നായനായൊരു പ്രസംഗം നടത്തി. ആ കരുണാകരനുണ്ടല്ലോ, അവൻ ആ നസീറിനെയും കൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ നമുക്കെന്താ പ്രശ്നം? അത് കേട്ട് മൂപ്പരെ ഈഗോ ഹർട്ടായി. അങ്ങനെയാണ് മൂപ്പര് ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞു. നസീർ സാർ അന്ന് ആ ഈഗോൻ്റെ പുറത്താണ്. പിന്നെ ഈ നസീർ സാറിൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്യിപ്പിച്ചു കരുണാകരൻ കുറേയൊക്കെ അനുഭവിച്ചതുകൊണ്ടാണ്. കരുണാകരൻ ചെയ്തതിനല്ല അനുഭവിച്ചത്, അല്ല അന്നപ്പം ചെയ്തതിനല്ല അനുഭവിച്ചത്, മുമ്പ് ചെയ്തതിനാണ്. അദ്ദേഹത്തിന് വിട്ട് റെയ്ഡ് ചെയ്യിപ്പിച്ചു. അദ്ദേഹം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇൻകം ടാക്സ് ഒക്കെ മരവിപ്പിച്ചു. അദ്ദേഹത്തിന് അളിയനാണ് MP ആണ്. അതെ. അപ്പം എന്നിട്ട് പിന്നെ സോൾവ് ചെയ്ത് കൊടുത്തു എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം വേറൊരു പാർട്ടി ഉണ്ടാക്കാനാണ് ഇവിടെ പരിപാടി. MG അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ MG ND അതൊക്കെ പാർട്ടി ഉണ്ടാക്കി. MG ഇടയിൽ നീ കേരളത്തിൽ പാർട്ടി ഉണ്ടാക്കുന്ന പറഞ്ഞതിന് റെഡിയായിരുന്നു അദ്ദേഹം. പക്ഷെ അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. ഈ മനോരമ മാതൃഭൂമി മുഖ്യ ഒരു ന്യൂസും വരില്ല. ആ മരിച്ചുപോയ പിന്നെ കൊല്ലത്തേനല്ലേ അങ്ങേര്, മറ്റേ അലക്സാണ്ടർ IAS ഇന്ദിരാഗാന്ധിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി,
അങ്ങേര് ഇവിടെ മാതൃഭൂമി മനോരമ കയറി നസീറിൻ്റെ ന്യൂസ് കൊടുക്കില്ലെന്ന് അവർ ന്യൂസ് മുക്കി. അപ്പം പിന്നെ അവർ അവഗണിച്ച പിന്നെ രക്ഷപ്പെടില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ആ പാർട്ടി നടക്കാതെ പോവുകയും അന്നപ്പാണ് കരുണാകരനെ റെയ്ഡ് ചെയ്യിപ്പിച്ചതും. അങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസ് ആയത്. അല്ലാതെ അദ്ദേഹം കോൺഗ്രസ് ഇടതുപക്ഷക്കാരാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അതിങ്ങനെ ഒരു സംഭവം വന്നിട്ടാണ്. അപ്പോൾ എനിക്ക് കേരളത്തിൽ ഞാൻ കോൺഗ്രസ് എന്ന ആ രീതിയിൽ ഡിക്ലെയർ ചെയ്ത് ദേവൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും കൊണ്ടൊക്കെ പോയി. അതല്ലാതെ അതിൽ ഉറച്ചുന്നൊരാൾ അദ്ദേഹമാണ്. നേരത്തെ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ യൂത്തിൽ തന്നെ ഈ കാര്യം പറഞ്ഞിരുന്ന ഒരു സംഭവമാണ്. അതിനുശേഷമാണ് നമ്മളിപ്പോൾ മത്സരിച്ച് ജയിച്ച പിഷാരടി ഉണ്ട്, അതിനു മുമ്പ് ധർമ്മജൻ ബോൾഗാട്ടി. പിഷാരടി ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സ്കൂളിൽ വന്ന ആളുകളൊക്കെ എനിക്ക് മറ്റേ ധർമ്മജനുണ്ട്, ഇവരൊക്കെ തന്നെ ഒരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ അന്ന് ഇതൊക്കെ പറയുന്ന സമയത്ത് കോൺഗ്രസ് ഇവിടെ പിന്നെ പ്രതിപക്ഷത്താണ്, നിത്യനിദാന പ്രതിപക്ഷമായിരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. അതെ അതെ. പിന്നെ വേറൊരു കാര്യം അദ്ദേഹത്തെ പറ്റി നെഗറ്റീവ് പറയുന്ന ഒരു കാര്യം വെച്ചാൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു വിഷയമാണ്. നമുക്ക് നന്ദി ഉണ്ടാവണ്ടേ? അതിൽ വേറെ കൊണ്ട് അതിജീവിതനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് ഉൾപ്പെടെ പല ആളുകൾക്കും ലൈഫ് കൊടുത്തത് ദിലീപാണ്. അത് കലാഭവമണിക്കാണെങ്കിലും കലാനിലയം മറ്റേ ലയണിൽ ദിലീപിന് അച്ഛനായിട്ട് അഭിനയിച്ച ആളില്ലേ, അദ്ദേഹത്തിനാണെങ്കിൽ NF വർഗീസിനാണെങ്കിലും പരിസ്ഥിതി അശോകനാണെങ്കിൽ ലൈഫ് കൊടുത്തത് ദിലീപാണ്. ഇപ്പോൾ മോഹൻലാൽ സിനിമയിൽ വന്നപ്പോഴാണ് ലാൽ സാറാണ് ഈ പറയുന്ന മേനകാ സുരേഷ് പ്രിയദർശൻ എല്ലാവരും സിനിമയിൽ കൊണ്ടുവരുന്ന ഒരു ടീമായിരുന്നു. പക്ഷേ ആദ്യം ലാൽ സാറാണ് വന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലാൽ സാറാണ് ഇവരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പ്രിയം പറയുന്നത് ഞാൻ മോഹൻലാലിനെതിരെ നിലപാടെടുക്കില്ല. ഇവരൊക്കെ സിനിമയെ കൊണ്ട് ലാൽ സാർ വഴിയാണ്. അതുപോലെ ദിലീപാണ് ഈ ടീമിനെ മൊത്തം സിനിമയിൽ ശക്തമാക്കി നിലനിർത്തിയത്. അപ്പോൾ ദിലീപ് പണി കൊടുത്ത ആളുകളെ കണക്ക് നിങ്ങളുടെ മുന്നിലൊക്കെ ഉണ്ടാവും. പക്ഷെ ദിലീപ് രക്ഷപ്പെടുത്തിയ ആളുകളെ കണക്കാരും പറയാറില്ല. പല ആൾ പരിസ്ഥിതി അശോകൻ, ദിലീപ് ഒറ്റെടുത്തക്കാരനാണ്. NF വർഗീസാണ് പണ്ട് ദിലീപിൻ്റെ അന്തേക്ക് വിളിച്ച ആളാണ്, ഏതൊരു മിമിക്രി പ്രോഗ്രാം വൈകി എത്തിയിട്ട്. അപ്പോൾ ദിലീപ് വലിയ പക സൂക്ഷിക്കുന്ന ആളാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക സൂക്ഷിക്കുന്ന ആളാണ് പിന്നെ അച്ഛനെ വിളിച്ച NF വർഗീസിന് ഇത്രയും ചാൻസ് കൊടുക്കും. NF വർഗീസ് ദിലീപ് ഒരുമിച്ചാണ്. NF വർഗീസ് ആദ്യം സിനിമയിൽ വന്നെങ്കിൽ ദിലീപിൻ്റെ സിനിമയിലൂടെയാണ് ഇപ്പോൾ തിരക്ക് പിടിച്ച നടനായ മന്ത്രി കുമാരൻ അങ്ങനെയുള്ള സിനിമ ഉണ്ടല്ലോ, തിരക്ക് പിടിച്ച നടനായി വന്നത് ദിലീപിൻ്റെ പടത്തിലൂടെയാണ്. അതുപോലെയാണ് സലീം കുമാറിനെ കൊണ്ടുവന്നതും പ്രൊമോട്ട് ചെയ്തതും കലാഭവൻ മണീനെ എല്ലാം ഇദ്ദേഹമാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ശരിയാണ്, അയാൾ തെറ്റ് ചെയ്തോ ഇല്ല എന്നുള്ള വേറെ കാര്യം. നമ്മൾ സഹായിച്ച ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഞാനും ഈ കൂട്ടത്തിൽ ഞാനില്ല എന്ന് പറയുന്നത് അത്യന്തം ശരിയില്ലാത്ത കപ്പാടാണ്. അത് ആ സിനിമ ലോകത്ത് എനിക്ക് രണ്ട് പേര്, ലാൽ ജോസും പിന്നെ അദ്ദേഹം മാത്രമാണ് അദ്ദേഹത്തിന് കൂടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വിഷയത്തിന് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുന്നില്ല. അദ്ദേഹത്തിന് ആ രീതിയിൽ ജീവിതത്തിൽ സേവ് ചെയ്ത ഒരാളാണ്. ഒരുപക്ഷെ ആ സമയം ദിലീപിൻ്റെ ആ ഒരു സപ്പോർട്ട് കിട്ടിയിട്ട് എന്ന് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ദേശീയ അവാർഡ് കിട്ടിയ സലീം കുമാറല്ല. അദ്ദേഹം ഒരു പരാജയപ്പെട്ട പറവൂരുകാരൻ, കോൺഗ്രസ്സുകാരൻ, ഈഴവനായിട്ട് മരണപ്പെടുമായിരുന്നു. അതെ, അത് കലയ്ക്ക് വേണ്ടി മറ്റു പലരെ പോലെ കലാകാരനായി മഹാരാജാസിൽ നിന്ന് വന്ന ഒരാളാണ്. കലയ്ക്ക് വേണ്ടി മറ്റെല്ലാം മാറ്റിവെച്ച ആൾ. അങ്ങനെയുള്ള കുറേയേറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരുപാട് ട്രാൻസിഷൻ ഉണ്ട്. മുഖം ആദ്യം രക്ഷപ്പെടാൻ നോക്കിയത് ഒരു എഴുത്തുകാരനായിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വേറെ അങ്ങനെ പല രീതിയിലും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അവസാനമാണ് സിനിമയിൽ കൂടെ മിമിക്രി കൂടെ കയറിയിട്ട് രക്ഷപ്പെടുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. ഇപ്പോൾ നമുക്കതിൻ്റെ പടം ഉണ്ടല്ലോ ശ്രീനിവാസൻ്റെ വ്യത്യസ്തനായൊരു ബാബാമ്പാലിനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ള, അതിൽ മുമ്പ് കലാകാരനായിട്ടാണ് അവർ. ഞാൻ അന്ന് വിചാരിച്ചു ഇയാൾക്ക് എങ്ങനെ എത്തുക ചെയ്യാൻ പറ്റുന്നത്. കാരണം അത് ആ ഒരു ഇതുണ്ടല്ലോ, ഒരു കലാകാരൻ്റെ ന്യൂവാൻസസിലേക്ക് അയാൾ കൃത്യമായിട്ട് പോകുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പരാജയപ്പെട്ട എഴുത്തുകാരുണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് കാണാൻ, പുറത്തായിട്ട് കിടക്കുന്നത് സഞ്ജിത് തൂക്കി കിടക്കുന്നത്, അത് കൃത്യമായിരുന്നു. അപ്പോൾ പിന്നാണ് ഞാൻ അറിയുന്നത്, ഇന്ന് ഏഷ്യാനെറ്റിലൂടെയാണ് കേട്ടത്, മൂപ്പര് പണ്ട് കവിയായിട്ട് രക്ഷപ്പെടാൻ നോക്കിയതാണ്, എഴുത്തുകാരനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് ഇതിൽ വന്നത്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് വേഷം മൂപ്പര് കെട്ടിയിട്ടുണ്ട്. അതെ അതെ. ഇതുപോലെ വേഷം കെട്ടിയ ആൾ എനിക്ക് തോന്നുന്നു മറ്റേ ഇപ്പോഴത്തെ ജോജു ആണ്. ജോജു ഒരുപാട് വേഷം കെട്ടിയെന്ന് ലാൽ ജോസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നേക്കാം. അപ്പം ഈ ഒരു വെറൈറ്റി അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കഷ്ടപ്പാടിൻ്റെ അത് എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെ മൂപ്പര് കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂപ്പരെ മാനവസങ്ങൾ ഇങ്ങനെ മാറി വരുന്നതാണ്. ഓരോ കഥാപാത്രം കൃത്യമായ മാനവസം. ഇപ്പം മണവാളൻ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ അച്ഛൻ നോക്കാത്ത വീട് കണ്ടാൽ അതല്ല അദ്ദേഹത്തിൻ്റെ മാനവസം. അതല്ല ക്യൂവിലെത്തുമ്പോൾ അത് മാനസം ഇത് സലീം കുമാറാണോ നമ്മൾ ചിന്തിച്ചു വന്ന മാനവസമാണോ. അതുപോലെ ഈ പിന്നെ ഇത് കിട്ടി അല്ല മറ്റേ അബു അങ്ങനെ സിനിമയുടെ പേര് ആദാമൻ അബു. അതിൽ നിങ്ങൾ കാണുമ്പോൾ എന്ന് വെച്ചാൽ ഇതുവരെ കണ്ട സലീം കുമാർ അല്ല. നിങ്ങൾ ഇത്രയും വെറൈറ്റി കൊടുക്കുന്നത് ജീവിതാനുഭവങ്ങളാണ്. റെപ്യൂട്ടേഷൻ ഫീൽ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ തമാശകൾ മാത്രമേ നമുക്ക് റെപ്യൂട്ടേഷൻ ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു പ്രശ്നം ഒരു കാര്യമുണ്ട്. പല സമയത്ത് അദ്ദേഹം പല ബോഡി ഷേപ്പാണ്. അസുഖം വന്നതൊക്കെ അദ്ദേഹത്തിന് ഗുണകരമായെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ആദ്യ കാലഘട്ടത്തിൽ വലിയ തടിയൊന്നുമില്ല. പിന്നെ സിനിമയിൽ വന്നപ്പം ഈ വടിവേലിനെ പോലെ ഭയങ്കര തടിയൊക്കെ വെച്ചു. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് മെലിഞ്ഞു, പിന്നെയും തടിച്ചു. അങ്ങനെ ഒരു 4 ബോഡി ഷേപ്പിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും.
അപ്പോൾ നമുക്ക് ഈ വിഷ്വൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ നമ്മുടെ അപ്പിയറൻസ് വലിയൊരു ഘടകമാണ്. അല്ല ആളുകൾക്ക് മടുക്കും. അതാണ് ലാലേട്ടനൊക്കെ ഇടയ്ക്ക് താടി വെക്കുന്നതും താടി പഠിക്കുന്നതും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെയർ സ്റ്റൈൽ വരുന്നത്. നമുക്കാണ് മലയാള സിനിമ ഏറ്റവും കൂടുതൽ ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഹെയർ സ്റ്റൈൽ മാറ്റാത്ത ഒന്ന് ദിലീപും ഒന്ന് ജയറാമാണ്. പക്ഷേ ദിലീപ് ക്യാരക്ടറിന് അങ്ങനത്തെ ക്യാരക്ടർ ഉണ്ടാക്കി അതിനനുസരിച്ച് മാറ്റും. ജയറാം ഏത് ചെയ്താലും ഒരേ ഹെയർ സ്റ്റൈലായിരിക്കും ഉണ്ടാവുക. അതാണ് ജയറാമിനെ നമുക്ക് കണ്ട് മടുത്തു പോയത് ഇടയ്ക്ക്. മുകേഷിനുണ്ട് ഈ പ്രശ്നം. ഇതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ സലീം കുമാറിൻ്റെ ആ ഒരു സുതാര്യമായ വ്യക്തിത്വം, അദ്ദേഹം എന്താണോ നേരത്തെ പറഞ്ഞതുപോലെ ആ മേക്കപ്പിൻ്റെ അകമ്പടി ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറയുകയും ചെയ്യുന്നൊരു മറയില്ലാത്തൊരു. അത് എനിക്ക് മീര ജാസ്മിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാണ്ടിയുടെ റിസോർട്ട് ഉണ്ടല്ലോ എറണാകുളത്ത്, അവിടെ പോയി. അപ്പം മീര ഞാനേ സംസാരിച്ചുകൊണ്ടിരിക്കും. ബാക്കി അപ്പുറത്ത് ജയസൂര്യയും ജയറാമൊക്കെ ഇന്ന് അഭിനയിക്കുന്നത്. ഇവരൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പുറത്ത് നമുക്ക് വളരെ മെലിഞ്ഞിട്ട് ഒരു ടിപ്പിക്കൽ കുട്ടനാട്ടുകാരനെ പോലെ ഒരാൾ നിൽക്കുന്നുണ്ട്. അന്ന് ആ സിനിമയിൽ അദ്ദേഹത്തെ ടിപ്പിക്കൽ വേറെ തരത്തിലുള്ള ഹെയർ സ്റ്റൈലാണ്. ഞാൻ ഈ ഹെയർ സ്റ്റൈൽ കൊണ്ട് മാത്രമാണ് ഇത് സലീം കുമാർ തിരിച്ചറിയുന്നത്. അതായത് ഒരു സ്റ്റാർ ജാടയും അദ്ദേഹത്തിനില്ല എന്നുള്ളത്. ബാക്കി ആർക്കും ഒരു ജാടയുണ്ടാവും. പിന്നെ മറ്റൊന്ന് പറയുന്നത് അദ്ദേഹം ഈ വന്ന വഴി മറക്കാറില്ല. അതുകൊണ്ടാണല്ലോ ദിലീപിനെ സപ്പോർട്ട് ചെയ്താൽ ദിലീപിനെ ഒറ്റപ്പെടുത്തായിരുന്നത്. അതുപോലെ തന്നെ ഈ ചെറിയ കലാകാരന്മാർക്ക് അവസരമൊരുക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അത്രയും അദ്ദേഹം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവർക്കറിയാം. പല ആളുകളും വന്ന വഴി മറക്കും. പിന്നെ ഒരു സ്ഥലത്ത് എനിക്ക് ഭീഷണിയാവുമെന്ന് വിചാരിച്ചിട്ട് സപ്പോർട്ട് ചെയ്യില്ല. ഭീഷണി വരുന്നവൻ ഏത് വഴിക്കും കയറി വരും. നിങ്ങൾ എത്ര തടഞ്ഞാലും കയറി വരണമെങ്കിൽ കയറി വരും. നിങ്ങൾ സ്വയം നന്നാക്കി സ്വയം ഇംപ്രവൈസ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ കഴിവുള്ളവർ കയറി വരും. നിങ്ങൾ 2 വർഷം കാണുമ്പോഴേക്ക് ആളുകൾക്ക് നിങ്ങളെ മടുക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മമ്മൂക്ക കണ്ടില്ലേ, ഇപ്രായത്തിൽ നമുക്കൊരു പടം ചെയ്യുമ്പോൾ ഒന്നാമത്തെ സിനിമ ഇന്ന് പോലാണ് നമുക്ക് ചെയ്യാൻ നേട്ടിട്ടുള്ളൂ. ലാൽസാണെങ്കിൽ മൂപ്പർ അത് വേറെ രീതിയിൽ ഈ പറയുന്ന പ്രൊഡക്ഷൻ ടീമും ഒക്കെ തന്നെ പുതിയ ആളുകൾ വരും. അപ്പം നിരന്തരമായി കണ്ടുപിടുത്തം നടത്തുക എന്നുള്ളതാണ് പ്രധാനം. സലീം കുമാറിനെ സംബന്ധിച്ച് അങ്ങനെ പേടിയുണ്ടായിരുന്നില്ല എന്നു. അങ്ങനെയാണ് അദ്ദേഹം പലരെയും പ്രൊമോട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ സാമൂഹിക പരിഷ്കർത്താക്കൾ അതിൽ ശ്രദ്ധേയനായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവം അല്ലെങ്കിൽ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളുടെ ഒരു സ്വാധീനം സലീം കുമാറിൻ്റെ അച്ഛനിലുണ്ടായിരുന്നു, ഗംഗാധരൻ. അങ്ങനെയാണ് ആ പേര് വന്നത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. ഒട്ടേറെ ലേഖനങ്ങളിൽ അതൊക്കെ വായിച്ചിട്ടുണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്നായിരുന്നല്ലോ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്. ആ അച്ഛൻ പലപ്പോഴും മക്കൾക്ക് പേരിടുമ്പോൾ മക്കൾ ആ പേരിനൊത്തു പോകാറില്ല. അല്ലെങ്കിൽ അദ്ദേഹം എന്തുദ്ദേശിച്ചാണോ മക്കൾക്ക് പേരിടുന്നത് അതിനനുസരിച്ചൊന്നും തന്നെ പിന്നീട് പല മക്കളും പോകാറില്ല. നമ്മളൊക്കെ അത് കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, സ്റ്റാലിൻ എന്ന് പേരുള്ള ഒരു BJP നേതാവ് കേരളത്തിൽ എന്നാണ് MLA ആവുക? നമുക്ക് അടുത്തുണ്ടാവും. അല്ല, ആ ഒരു രീതി സലീം എന്ന പേരിടുന്നു. പക്ഷേ സ്കൂളിൽ ചെന്നപ്പോൾ സലീം കുമാർ എന്നാക്കി. സ്കൂളിൽ നിന്നാണ് കുറച്ച് കൺസർവേറ്റീവ് ആയിരിക്കും. എൻ്റെ പെങ്ങളെ പേര് ശരിക്കും ഇന്ദിര എന്നായിരുന്നു. ഇന്ദിര ബേനസീർ എന്നായിരുന്നു. അപ്പോൾ ബാപ്പ കോൺഗ്രസ് എന്ന ഇന്ദിര ഫാനാണ്. ബേനസീർ വയസ്സാണ് നേതാവ്, നമ്മളെ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ സ്കൂളിലെത്തിയപ്പം ഉമ്മാക്കും ആളുടെ മാഷക്കും ഭയങ്കര പ്രശ്നം, ഈ ഹിന്ദു മുസ്ലിം പേര്. അങ്ങനെ അവളുടെ പേര് പിന്നെ ബേനസീർ എന്ന് മാത്രമാക്കി മാറ്റി. ഓക്കെ. അപ്പോൾ ഏതായാലും അച്ഛൻ ഉദ്ദേശിച്ചത് ഒരു സന്ദേശം കൊടുക്കുക, പേര്. അതെനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞു മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ആ പറവൂരുകാർക്ക്, അതുപോലെ തന്നെ ഈ ചെറായി, അവിടെയാണല്ലോ സഹോദരൻ അയ്യപ്പൻ്റെ സ്ഥലം. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ആ ഒരു രീതി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതായത് പേര് കേട്ടാൽ ജാതി. അത് ഈഴവർ നടത്തിയ വലിയൊരു എന്താണ് ഇടപെടലാണ്. പ്രധാനമായിട്ട് CPM-ൻ്റെ ആലപ്പുഴ സെക്രട്ടറിൻ്റെ പേര് നാസർ എന്നാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചേർത്തനുണ്ടായിരുന്ന സമയത്ത്. കണ്ടാൽ എനിക്ക് അവതം ഞാൻ നാസർക്കാന്ന് വിളിച്ചു പോയിരുന്നു. അങ്ങനെ ഈഴവനാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, നാസർ. അങ്ങനെ പലരും ഉണ്ട്. ഇപ്പം തൃശ്ശൂരൊക്കെ ഉള്ള ഇവർക്ക് കുറച്ചുകൂടി വ്യൂറാണല്ലോ ഈഴവന്മാർക്ക്. സുലൈമാൻ ഒരു രക്ഷയില്ലാത്ത ടീമാണ്. സായിപ്പിന് ഇവിടുത്തെ ആയുർവേദത്തിൻ്റെ മൊത്തം നോളജ് പറഞ്ഞെടുത്ത് നിങ്ങൾ തൃശ്ശൂർക്കാരൻ ഈഴവനാണ്. ഈ ബാൻഡ്രീഡിനൊക്കെ അതിന് ബേസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ മോഡേൺ മെഡിസിനൊക്കെ പിന്നെ ഉണ്ടാക്കിയത്. അവിടെ വലിയൊരു മെഡിക്കൽ ട്രഡീഷൻ ഉണ്ട്. ഇപ്പം മെഡിമിക്സ് അനൂപിൻ്റെ അപ്പൂപ്പൻ അമ്മാവനാണ്. അയാളൊക്കെ വലിയ സംഭവമായിരുന്നു. അതുപോലെ തന്നെ 2 ഫാമിലി അടുത്ത് ചന്ദ്രിക, ഇതൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത്. അപ്പം ഈ മെഡിക്കൽ ട്രഡീഷൻ ഉണ്ട്. അപ്പോൾ അവരൊക്കെ മക്കൾക്ക് പലർക്ക് അധീനം എന്നുള്ള പേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗുരുവായൂരുള്ള ഈഴവർക്ക്. തിരുവനന്തപുരത്ത് ചില സ്ഥലങ്ങൾ അത്രയും പേരുണ്ട്. പക്ഷേ അത് പിന്നെ നെപ്പോളിയൻ ക്രിസ്ത്യൻ പേരുകളും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് ഈ വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരൊക്കെ അസോസിയേറ്റ് ചെയ്തിരുന്നല്ലോ. അങ്ങനെയാണ് അത് വരുന്നത്. TK മാധവൻ വഴിയാണ് അതിൻ്റെ ഒരു കറണ്ട് വരുന്നത്. അപ്പം സിഖ് പേരുകളുണ്ടായിരുന്നു. ഇപ്പോൾ മലബാർ ജന്നസിംഗ് എന്നുള്ളൊക്കെ പേര് അങ്ങനെയാണ് വരുന്നത്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചർ ഭർത്താവിൻ്റെ പേര് സിംഗ് എന്നാണ്, സിംഗേട്ടൻ എന്നാണ് നമ്മൾ വിളിക്കുക. അങ്ങനെ വന്നതാണ്. അത് ഏറ്റവും കൂടുതൽ അത്ര ഇടപെടൽ നടത്തിയിട്ടുള്ള ഈഴവാസാണ്. ഓക്കെ.
അപ്പോൾ പേരിലൂടെ തിരിച്ചറിയാൻ അതിൽ ഈ ഏഴവരുടെ കൂട്ടത്തിൽ ശരിക്കും ഗുരുവിൻ്റെ ശരിയായ ശിഷ്യ എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പനായിരുന്നു. പക്ഷേ ഗുരു വലുതായി കഴിഞ്ഞപ്പോൾ ഈ റോമൻ കത്തോലിക്ക സഭ പിന്നെ ജീസസിനെ ഏറ്റെടുത്ത പോലെ കുറേ ആളുകൾ, കുറേ കൺസർവേറ്റീവ് അതുവരെ അദ്ദേഹത്തെ എതിർത്ത ആളുകൾ ഇദ്ദേഹത്തെ അങ്ങ് ഏറ്റെടുത്തു. പിന്നെ അവരായി ആര് ശ്രീനാരായണ പ്രസ്ഥാനം. അങ്ങനെ പ്രശ്നം അവർ അയ്യപ്പന് ഗുരുവിനെതിരെ കുത്തത്തിരിപ്പ് ഉണ്ടാക്കുന്നു. ഗുരു അത് മൈൻഡ് ചെയ്തില്ല. അയ്യപ്പൻ ശരിയെന്നു എന്ന് അയ്യപ്പൻ ചെയ്യുന്നു എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഗുരുവിന് ശേഷം അയ്യപ്പൻ അവഗണിച്ച് കളഞ്ഞു. പാപ്പാട് ഈ കൗമുദീൻ്റെ അടുത്ത് അവിടെ ഒരു അയ്യപ്പൻ സമാജത്തിൻ്റെ ഓഫീസ് കാണാം, അങ്ങനെയൊക്കെ അല്ലാതെ. പക്ഷേ അയ്യപ്പൻ ഗുരുവിനെ കണ്ടിന്യൂറ്റി ആയിരുന്നു. ഗുരുവിനോട് തുടർച്ച ഉണ്ടായിട്ടില്ല കേരളത്തിൽ. ഗുരുവിനൊരു കേരളത്തിൽ തുടർച്ച ഉണ്ടായിട്ടില്ല എന്നത് വലിയൊരു വാസ്തവമാണ്. നിങ്ങളൊക്കെ ആഘോഷിക്കുന്ന ഗുരുവിനോട് കൂടി തോന്നുന്നു. ഗുരുവിന് കേരളത്തിൽ തുടർച്ചയില്ല. അത് വലിയൊരു പ്രോബ്ലമാണ്. ആരുള്ളത്? ആശങ്കറോ ഒന്നും തന്നെ ഗുരുവിൻ്റെ ആ ഒരു പിന്നെ ആശങ്കർ നമുക്ക് പറയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഗുരുവിൻ്റെ പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഗുരുവിൻ്റെ പേര് തന്നെ അടുത്ത കാലത്ത് ഉപയോഗിച്ച് തുടങ്ങിയത്. BJP-ക്കാർ പിന്നെ ഇത് ഭയങ്കരമായിട്ട് ഒന്ന് വെല്ലുവിളിച്ചു. CPM-ൻ്റെ ഏതെങ്കിലും EMS ആരെങ്കിലും ഗുരുവിനെ പറ്റി എന്തെങ്കിലും എഴുതിയത് അല്ല നല്ലത് പറഞ്ഞത് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമെന്ന് ഈ ചാനൽ ചർച്ചയിൽ വന്ന് ഗോപാലകൃഷ്ണനൊക്കെ വെല്ലുവിളിച്ചു. അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇത് അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയത്. അതുവരെ ഗുരുവിനൊക്കെ അവർ നേരിട്ട് പറയുമ്പോൾ പോലും അവരുടെ ഭാഷയെ പറയുമ്പോൾ ഗുരു മഹാത്മാഗാന്ധിയൊക്കെ ഒരു ബൂർഷ്വാസിയുടെ ഗുരു പൈസക്കാരുടെ എതിർപ്പുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ കൗമുദി ആണെങ്കിലും ആലപ്പുഴയിലെ ശാന്താമാരാണെങ്കിലും ഇവരോടൊന്നും ഗുരുവിന് എതിർപ്പില്ലല്ലോ. അത് നമുക്ക് സഹിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് അവർ ആ കമ്മ്യൂണിസ്റ്റ് വീക്ഷണത്തോടെ കണ്ടിരുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ ആ വീക്ഷണമായിട്ട് പിന്നെ കുറച്ചും കൂടി TK മാധവനെ പോലുള്ള ആളുകളാണ്. അവർ കോൺഗ്രസ് അനുഭാവികളായിരുന്നു, നല്ല കോൺഗ്രസ്സുകാരായിരുന്നു. അയ്യപ്പൻ്റെ കാര്യവും അയ്യപ്പൻ പൊളിറ്റീഷ്യൻ കൂടിയായിരുന്നല്ലോ. അപ്പം ഈ ഈഴവരുടെ മൊത്തം പിന്നെ അവകാശം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തോടെ അയ്യപ്പനെ പോലെ അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ TK മാധവനാണെങ്കിൽ അവരൊന്നും നമ്മൾ കേട്ടിട്ടില്ല. സത്യമാണ്. ഈ കൗമുദി ഉള്ളതുകൊണ്ട് ചില ആളുകളെ പേര് കേൾക്കുന്നു എന്നല്ലാതെ നമ്മൾ കേട്ടിട്ടില്ല. ഗുരു 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 ഗുരു. പിന്നെ ഇടയ്ക്ക് വെച്ച് മരിച്ചു പോയതുകൊണ്ട് വേറെ പ്രശ്നം ഉണ്ടാക്കാണ്ട് ആശാൻ ജീവിച്ചിരുന്നാൽ ചിലപ്പോൾ ഇതിനൊക്കെ ചിലപ്പോൾ വിമർശിച്ചൊന്നും ഇല്ലായിരുന്നു ആശാൻ്റെ സ്വഭാവം വെച്ചിട്ട്. അതുകൊണ്ട് ആശാനും ഭയങ്കര ദിവ്യനായി നിൽക്കുന്നു. കുറച്ച് നാൾ ജീവിച്ചിരുന്ന സമയം കൊണ്ട് തന്നെ വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. അല്ല അടുത്ത ഘട്ടം ആലോചിച്ച് നോക്ക്. അയ്യപ്പൻ അതാത് കാലത്ത് സാമൂഹിക മാറ്റങ്ങൾ ഏറ്റവും ശക്തമായി പ്രതികരിച്ച ഒരാളാണ്. മലബാറികളെ ഉൾപ്പെടെ നീജ എന്താ ജോനകന്മാരെന്നൊക്കെ വന്ന് എഴുതിയിട്ടുണ്ട്. അത് മുസ്ലിം വിരോധം കൊണ്ടല്ല, അന്ന് അവിടെ നടന്ന സംഭവം കൊണ്ടാണ്. അത് വെച്ചുകൊണ്ടാണ് ഇപ്പം ആശാൻ മുസ്ലിം വിരുദ്ധനാണ് ഇസ്ലാമിസ്റ്റുകളും ചില തീവ്ര ഹിന്ദുത്വവാദികളും പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. അന്ന് സാമൂഹികമായ സാഹചര്യത്തെ അവിടുന്ന് ഒരുപാട് ഹിന്ദുക്കൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നു, നിരാലംബരായി ഓടി വന്നു. അത് കണ്ടിട്ടാണ് ഇവിടെ തെക്കിയിടുന്ന ആശാൻ അങ്ങനെ എഴുതിയത്. അദ്ദേഹം മുസ്ലിം വിരോധിയായിട്ടൊന്നുമല്ല, എല്ലാ മുസ്ലിങ്ങളുടെ അടുത്ത സുഹൃത്തായിരുന്നു ആശാൻ. ഈ ആശാൻ ഒരു 50-70 വരെയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ഏത് രീതിയിൽ വിമർശിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഒരു യഥാർത്ഥ വിപ്ലവകാരികൾ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതെ. അപ്പോൾ അത് പക്ഷേ അതിന് തുടർച്ച ഉണ്ടായില്ല. ഗുരുവിന് കേരളത്തിൽ തുടർച്ചയില്ല. അതാണ് വലിയൊരു പ്രശ്നം. ആ തുടർച്ച ആകേണ്ടിരുന്ന അയ്യപ്പനാണ്. അയ്യപ്പനോടുള്ള ഇതുപോലുള്ള സലീം കുമാറിൻ്റെ അച്ഛനെ പോലുള്ള ആളുകളാണ്. അവരെല്ലാം അണ്ടർമൈൻ ചെയ്യപ്പെട്ടു. കാരണം അവർ വല്ലവരും കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. സലീം കുമാർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിപ്ലവകാരി തന്നെ അല്ല. സലീം കുമാറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് കൺഫ്യൂഷൻ ഇയാൾ സലീം എന്നുള്ളത് മുസ്ലിമാണോ അല്ലെങ്കിൽ ഈ ഹിന്ദു ആണെന്നുള്ളത്. പിന്നെ അന്ന് ഞങ്ങൾ മലബാറിൽ അങ്ങനെ തീയന്മാർ പേരിടില്ല. ഞങ്ങളെ മലബാറിൽ തീയന്മാർ ജഗന്നാഥ് എന്നൊക്കെ പേരിട്ടുള്ളൂ. മലബാറിൽ തീയന്മാർ നിങ്ങൾ വിചാരിക്കുന്ന ആളുകളെ അല്ല. കാൾമാർക്സ് എന്ന് പോലും പേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. തെക്കോട്ട് വരുമ്പോൾ നെപ്പോളിയൻ, സ്റ്റാലിൻ എന്നൊക്കെ പറഞ്ഞ പേര്. അവരിടുന്ന പേര് ഞാൻ പിണറായി വിജയൻ്റെ മക്കളെ പേര് വീണ വിജയൻ, മറ്റേ ഇങ്ങനെ പേര് മുഹമ്മദ്. ഇനി കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ, പിന്നെ P ജയരാജൻ്റെ മക്കൾ. അതിനും അങ്ങനെ പൊതുവെ പേരില്ലല്ലോ. സൗത്തിലോട്ട് അങ്ങനെയല്ല, ഈഴവർ ആ രീതിയിൽ മാറ്റി പേരിടും. അപ്പോൾ സലീം കുമാർ പിന്നെ ഏത് പവർഫുള്ളായ മകൻ്റെയും പിന്നിലൊരു ശക്തനായ അച്ഛനുണ്ടാകും. അതില്ല സംഭവം. ഇപ്പം മണിയുടെ അച്ഛനുണ്ട്. മണിയുടെ അച്ഛനാണ് ഈ നാടൻ പാട്ടിൻ്റെ എല്ലാം കലാകാരൻ മണിയുടെ അച്ഛനാണ്. ദിലീപിൻ്റെ പിന്നെ ദിലീപിൻ്റെ അമ്മയാണ്. മോഹൻലാലിന് പിന്നെ അമ്മയാണ്. മമ്മൂക്ക ബാപ്പ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കലാകാരൻ, പക്ഷേ അദ്ദേഹം എതിരായിരിക്കാൻ സാധ്യതയില്ല, അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് ഷീസ് എ വെരി പവർഫുൾ ലേഡി. പൃഥ്വിരാജിന് പിന്നെ അമ്മയും അച്ഛനും ഉണ്ട്. ഏത് സക്സസ്ഫുള്ളായ ഇപ്പോൾ ഷാജു സാംസൻ്റെ പിന്നെ അവൻ്റെ അച്ഛനാണ്. അത് അത്തരം ഒരു അച്ഛനിൽ നിന്നാണ് പൊതുവേ ഒരു അങ്ങനെ മകനുണ്ടാവുള്ളൂ, അല്ല മകളുണ്ടാവുള്ളൂ. അങ്ങനെയാണത്. യെസ്. എന്തായാലും ഒരു വിപ്ലവകാരി വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും അതേങ്ങനെ പറഞ്ഞു. ഞാൻ വിപ്ലവകാരി എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടൊന്നുമില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. അല്ലാത്തവനെ പ്രവൃത്തി കൊണ്ട് അല്ല. അല്ലാത്തവനാണ് ഈ ചോര കണ്ടാ ഓടുന്നവനും പോലീസിനെ കണ്ടാ ഓടുന്ന ചോരച്ചാലൊക്കെ നീണ്ടി കയറിയ എന്നൊക്കെ, അല്ലെങ്കിൽ വെട്ടപ്പട്ടി കുരക്കട്ടെ, പട്ടീനെ കണ്ടാ ഓടുന്നു, നാടൻ പട്ടീനെ കണ്ടാ ഓടുന്നു, അല്ലേ വേട്ടപ്പട്ടീനെ. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് ഓർമ്മിക്കാൻ ഒട്ടേറെ കഥാപാത്രങ്ങൾ നൽകിയ
നാട്യങ്ങളില്ലാതെ എന്നാൽ നാടകങ്ങളിലും സിനിമകളിലും നിറഞ്ഞു നിന്ന വ്യത്യസ്തമായ ഉറച്ച രാഷ്ട്രീയം പിന്തുടർന്ന ഒരു സിനിമ. അത് കക്ഷി രാഷ്ട്രീയം മാത്രമല്ല, കക്ഷി രാഷ്ട്രീയം അത്ര എളുപ്പമല്ല സിനിമക്കാരെ സംബന്ധിച്ചത്. അതെ, സിനിമക്കാർക്കിടയിൽ അത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം. തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരാൾ, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം നമുക്കൊരിക്കൽ കൂടി. വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ. നമസ്കാരം.